ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇനി നമ്മൾ ഒരു രോഗത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. എന്ത് നമ്മൾ ക്ലാസ് ആണല്ലേ. അപ്പോൾ നമ്മുടെ ചൈനയിലും അതേപോലെ ഇന്ന് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു രോഗമാണ് HNPV എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് മിസ് എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് പകരുന്നത്, നമുക്ക് 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ എന്തുണ്ട് രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് പകരുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ, അതേപോലെ പകരാതെ എങ്ങനെ നോക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് ഇന്ന് ഡിസ്കസ്. HNPV എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. നമ്മൾ കൊറോണയൊക്കെ അതിജീവിച്ച് വന്ന കൂട്ടുകാരല്ലേ, അപ്പോൾ പേടിക്കാനുണ്ടോ? പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല അല്ലേ. അപ്പോൾ HNPV എന്ന് പറയുന്നത് പേടിക്കാനുള്ള കാര്യമാണോ? അല്ല അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ, അതേപോലെ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് കുറേ രോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം കേട്ടോ. ആദ്യം ഇതിൻ്റെ ഫുൾ ഫോം മിസ് ഒന്ന് പറഞ്ഞുതരാം. ഹ്യൂമൻ മെറ്റാപ്യൂമോ വൈറസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഇത് കുഞ്ഞു കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കണേ. അതേപോലെ തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കൊലിപ്പ് അല്ലേ. മൂക്കൊലിപ്പ് സാധാരണ ജലദോഷം വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവലുണ്ട്, മൂക്കൊലിപ്പ് ഉണ്ടാവലുണ്ട് അല്ലേ. അതേപോലെ ചുമ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അതേപോലെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. സാധാരണ നോർമലി നമ്മൾ ശ്വാസം എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താണ്, ശ്വാസം എടുക്കാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. മറ്റെന്താ രോഗലക്ഷണങ്ങളാണ് കാണുന്നത്, തൊണ്ടവേദന എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ് കേട്ടോ. അതേപോലെ ശ്വാസം മുട്ടലും എന്താണ്, ഒരു രോഗലക്ഷണമാണ്. പനി വരലുണ്ട്, നമ്മുടെ ശരീരം റഷായിട്ട് മാറുക എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്താണ് ഒരു ചുണങ്ങ് പോലെ രൂപപ്പെടും കേട്ടോ. ശരീരത്തിൻ്റെ വെള്ളമയൊക്കെ പോയിട്ട് ഒരു ചുണങ്ങ് പോലെ രൂപപ്പെടുന്നതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന രോഗമാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, ഇങ്ങനത്തെ പുതിയ രോഗങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അല്ലേ. അതിനെക്കുറിച്ച് അറിവ് നേടുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഈ വിഷയത്തിന് മുൻകരുതലുകൾ എന്തൊക്കെയാണ് നമുക്കറിയാവുന്നതാണ് അല്ലേ. കൈകളുടെ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാസ്ക് ധരിക്കുക അല്ലേ. രോഗാവസ്ഥയിൽ സെൽഫ് ഐസൊലേഷൻ നിർബന്ധമാണ്. ഡോക്ടറുടെ സഹായം തരിക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് പാരസെറ്റമോൾ കഴിച്ചിരിക്കാവോ? ഇല്ല കേട്ടോ. എന്ത് ചെയ്യണം, ഡോക്ടറെ പോയി കണ്ട് എന്താണ് നമുക്ക് ജലദോഷപ്പനിയാണോ വൈറൽ ഫീവർ ആണോ എന്നൊക്കെ കണ്ടെത്തുക കേട്ടോ. അപ്പോൾ പുതിയ രോഗം ആയതുകൊണ്ട് മിസ് ഒന്ന് നിങ്ങളെ കൂട്ടുകാരിലേക്ക് അറിയിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് മറന്നു പോകരുത് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ രോഗം വന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല കേട്ടോ. എന്ത് ചെയ്താൽ മതി, നമ്മൾ ജാഗ്രതയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ജാഗ്രത ഉണ്ടായാൽ മാത്രം മതി. ഇങ്ങനെ രോഗം കണ്ടെന്ന് വെച്ചാൽ നമ്മൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.